കണ്ണൂരിലെ ചതിരൂരിലും വളർത്തുനായ്ക്കൾക്കു നേരെ വന്യജീവിയുടെ ആക്രമണമുണ്ടായി. ചതിരൂരിൽ കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 10 ക്യാമറകളും സ്ഥാപിക്കും. വളർത്തുനായ്ക്കളെ ആക്രമിച്ച വന്യജീവി ഏതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥിരം നിരീക്ഷണത്തിനായി വനപാലകരെ നിയോഗിക്കുമെന്നും ACF വി രതീഷ് അറിയിച്ചിട്ടുണ്ട്. കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്കൊന്നും പേപ്പർ വർക്കിനൊന്നും അധികം സമയം കളയുന്നില്ല. ഉടൻ തന്നെ കൂട് കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അപ്പോൾ അത് ക്യാമറകൾ നമ്മൾ 10ഓളം ക്യാമറകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. കാരണം നമുക്കിത് ഈ കൂട് കൊണ്ടുവരുന്നതല്ല കാര്യം, എവിടെ വെക്കണം, എവിടെ വെച്ചാലാണ് കിട്ടുക, പിന്നെ ഇത് കടുവയാണോ പുലിയാണോ അങ്ങനെയുള്ള സ്ഥിരീകരണം എല്ലാം കിട്ടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ജീവികൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ജീവിയാണോ, ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ജീവിയാണോ എന്നൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെയാണ് നടക്കുക. അത് അല്ലാതെ ക്യാമറ വെച്ചതിന് ശേഷം നമ്മൾ കൂടെ അങ്ങനെയൊന്നുമല്ല, എല്ലാം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നിർണ്ണയം. സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സജോ, ഗുഡ് ഈവനിങ്. സജോ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വന്യജീവി ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, നമ്മൾ വയനാട്ടിലൊക്കെ തുടർച്ചയായി ഇങ്ങനെ ആക്രമണങ്ങളുണ്ട്. അത് കടുവയാകട്ടെ, പുലിയാകട്ടെ, കാട്ടാനയാകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കുന്നതിനുള്ള സുരക്ഷ, ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക, അതിനുള്ള മാർഗം എന്താണ്? ഈ CCTV ഒക്കെ സ്ഥാപിക്കുക, കൂട് സ്ഥാപിക്കുക, അതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക? സ്മിത, കണ്ണൂർ ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളിക്കടുത്ത ചതിരൂർ നീലായിലാണ് വന്യജീവി ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത്. കടുവയാണെന്ന് നാട്ടുകാർ പറയുന്നു. കാൽപ്പാടും ശബ്ദവും ഒക്കെ കേട്ട് കടുവയാണ്. ഒപ്പം അവിടുത്തെ ഒരു സ്ത്രീ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ കടുവയെ കണ്ടു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വനം വകുപ്പ് ഔദ്യോഗികമായി കടുവയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാട്ടുകാർ പറയുന്നത് അവിടെ കൂട് സ്ഥാപിക്കുകയും അവിടെ നിന്ന് കടുവയെ പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുക. വലിയ ജനവാസ മേഖലയാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഒരാഴ്ചക്കിടെ 2 വളർത്തുനായകളെ കടുവ പിടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ചുണ്ടന്തടത്തിൽ ബിനോയ് എന്നയാളുടെ വളർത്തുനായയെ ഈ വന്യജീവി പിടിച്ചിട്ടുണ്ട്. അത് ഏത് വന്യജീവിയാണെന്ന് സ്ഥിരീകരിച്ചില്ല. പക്ഷേ നാട്ടുകാരുടെ ആശങ്കയും പ്രതിഷേധവും പരിഗണിച്ച് സ്ഥലത്തെത്തിയ ACF പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അവിടെ ക്യാമറകൾ സ്ഥാപിക്കും. 10 ക്യാമറകൾ സംശയമുള്ള വിവിധ കേന്ദ്രങ്ങൾ, അതൊരു വനാതിർത്തി മേഖലയാണ്, അതിനോട് കേന്ദ്രീകരിച്ച് സ്ഥാപിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വന്യജീവിയെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൻ്റെ സഞ്ചാരപാതയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ അതിന് ഉടൻ തന്നെ അതോടൊപ്പം തന്നെ കൂട് സ്ഥാപിച്ച് അവിടെ നിന്ന് മറ്റെങ്ങോട്ടേക്കെങ്കിലും കൂട് സ്ഥാപിച്ച് കടുവയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് വന്യജീവിയാണെങ്കിലും ആ വന്യജീവിയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നതടക്കം നാട്ടുകാരുടെ ആശങ്ക പൂർണ്ണമായും പരിഗണിക്കും എന്നാണ് അവിടെ എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ACF വ്യക്തമാക്കിയ ഒരു കാര്യം. നാട്ടുകാർ പറയുന്നത് വലിയ ആശങ്കയുണ്ട്. ഒരാഴ്ചക്കിടെ 2 വളർത്തുനായകളെ പിടികൂടി, മറ്റ് വളർത്തുമൃഗങ്ങളുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ, ഇരുട്ടായാൽ, രാത്രിയായാൽ, വൈകുന്നേരമായാൽ പുറത്തേക്ക് ഇറങ്ങാൻ വലിയ ഭയമുണ്ട്. അപ്പോൾ ആ ആശങ്ക കാര്യമായി തന്നെ പരിഗണിക്കണം എന്ന ആവശ്യം അവിടെയുള്ള നാട്ടുകാർ ഉന്നയിക്കുകയും അവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാകുകയും വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ ഏതായാലും അത് പരിഗണിക്കുന്നു എന്നാണ് വനം വകുപ്പ് പറയുന്ന. ആളുകളുടെ ആശങ്ക പരിഗണിച്ചുള്ള നടപടി ഉണ്ടാകും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ പിന്നീട് പ്രതിഷേധമൊക്കെ അവസാനിച്ചത്. പക്ഷേ ആ മേഖലയിൽ ആശങ്കയും ഭീതിയും ഉണ്ട് എന്നതൊരു വസ്തുതയാണ്.